നമ്മളൊരു വാൾ ടെക്സ്ചർ സ്മോക്ക് എഫക്റ്റിൽ ചെയ്തപ്പോൾ ഏത് മെറ്റീരിയലാണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് പേസ്റ്റ് പരുവത്തിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ആവശ്യത്തിന് ലൂസ് ചെയ്തെടുക്കാം. ഹോളുകളും കാര്യങ്ങളൊക്കെ ഉള്ള പൊട്ടിയിടാത്ത വാളാണെങ്കിലും ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കോട്ടിൽ തന്നെ അതൊക്കെ കവറായി പോകും. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത ഡിസൈനും അത്യാവശ്യം ഫില്ലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കവറിങ്ങുള്ള മെറ്റീരിയലാണ്. നമുക്ക് ബാക്കിൽ ഒരു ചെറിയ എന്തെങ്കിലും കവറിങ് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ കവറായിട്ട് പോകും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ വൈറ്റ് കളറിൻ്റെ മുകളിലാണ് ചെയ്തിരിക്കുന്നത്. ബേസ് കളർ കൂടെ അടിച്ചിട്ടില്ല. ബേസ് കളർ അടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ മിക്സ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു സ്മോക്ക് ഫീല്, അതല്ലെങ്കിൽ ഒരു സിമെൻറ്റ് ഫിനിഷ്, അങ്ങനെയുള്ള ഏത് ഡിസൈനുകളും നമ്മൾ ഇടുന്നതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ക്ലിയർ, അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് കോട്ടും ടോപ്പ് കോട്ടും, ഇതിൽ ആഡ് ചെയ്യാനുള്ള കളറ്, ഇതെല്ലാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയലായിട്ടാണ് എനിക്ക് തോന്നിയത് വർക്ക് ചെയ്തപ്പോൾ.